ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോണ്ടസ് ഡ്രൈവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്താണ് നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് ലെക്സോൺ ടാറ്റയുടെ ഷോറൂമാണ്. ലെക്സോൺ ടാറ്റയിൽ നമ്മളിന്ന് വന്നിരിക്കുന്നതിൻ്റെ കാരണം ടാറ്റയുടെ തന്നെ പഞ്ച് EV ഏറ്റവും പുതിയ വാഹനമാണ്. അതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വിഷ്വൽസ് കവർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സ്മാർട്ട് പ്ലസ്, അഡ്വഞ്ചർ പ്ലസ്, എംപവേർഡ് പ്ലസ്, അങ്ങനെയുള്ള മോഡ് ട്രിംസൊക്കെയാണ് ഉള്ളത്. മിഡ് റേഞ്ചും ലോങ് റേഞ്ചും ഉണ്ട്. അഡ്വഞ്ചർ S മുതലാണ് നമുക്ക് ലോങ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ മോട്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റ് സിൻക്രോണൈസ് മോട്ടറാണ് വരുന്നത്. 60 കിലോവാട്ട് പവറും 114 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് പഞ്ച് EVയുടെ മീഡിയം റേഞ്ച് പെർഫോമൻസ് എന്ന് പറയുന്നത്. അത് ലോങ് റേഞ്ചിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 90 കിലോവാട്ട് പവറും 190 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്ന പവർ. 25 കിലോവാട്ടിൻ അവറിൻ്റെ ബാറ്ററി പാക്കാണ് മീഡിയം റേഞ്ചിന് നൽകിയിട്ടുള്ളത്. 35 കിലോവാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കാണ് പഞ്ച് EVയുടെ ലോങ് റേഞ്ചിന് വന്നിട്ടുള്ളത്. ലിക്വിഡ് കൂൾഡ് സിസ്റ്റം ആയിട്ടുള്ള തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഉള്ളത്. പിന്നെ IP67 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള മോട്ടറും ബാറ്ററി പാക്കുമാണ്. മീഡിയം റേഞ്ച് പഞ്ച് EVക്ക് 13.5 സെക്കൻഡാണ് 0 to 100 റീച്ച് ചെയ്യാനുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത്. പഞ്ച് ലോങ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് 9.5 സെക്കൻഡ്സിലാണ് റീച്ച് ചെയ്യുന്നത്. ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.3 കിലോവാട്ട് AC വാൾ ബോക്സ് ആണ് വീട്ടിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാം. അതല്ലാതെ 7.2 കിലോവാട്ടിൻ്റെ AC വാൾ ബോക്സും അവൈലബിൾ ആണ്. ഏകദേശം എസ്റ്റിമേറ്റഡ് റെഗുലർ ചാർജിങ് ടൈമായിട്ട് പറയുന്നത് 10% മുതൽ 100% വരെ ഏത് പ്ലഗ് പോയിന്റിൽ 15 ആംപിയറിൻ്റെ പ്ലഗ് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 9.4 മണിക്കൂർ മുതൽ 13.5 മണിക്കൂർ വരെ നമുക്ക് ടൈം എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവാനായിട്ട്. 7.2 കിലോവാട്ടിന് മുകളിലേക്കുള്ള AC ഫാസ്റ്റ് ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 3.6 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ ടൈം എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവാനായിട്ട്. അതുപോലെ തന്നെ 56 മിനിറ്റ് കൊണ്ട് തന്നെ 10 മുതൽ 80% വരെ ചാർജ് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അത് 50 കിലോ വാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ബാറ്ററി പാക്കിൻ്റെയും വാറണ്ടിയുടെയും കാര്യം 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് ബാറ്ററി പാക്കിൻ്റെയും മോട്ടറിൻ്റെയും വാറണ്ടി നൽകുന്നത്. ഇതിലേതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് കിട്ടും. പിന്നെ വാഹനത്തിൻ്റെ വാറണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 1,25,000 കിലോമീറ്ററാണ് വെഹിക്കിൾ വാറണ്ടി വരുന്നത്. മീഡിയം റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ 315 കിലോമീറ്റേഴ്സാണ് റേഞ്ച് പറയുന്നത് കിലോമീറ്റേഴ്സ്. അത് ലോങ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ 421 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ വേരിയേഷൻസ് ഒക്കെ റോഡ് കണ്ടീഷൻസിൽ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. ഫ്രങ്ക് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഫ്രങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ കവർ മാറിയിട്ട് അതിൻ്റെ അവിടെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ ചെറിയ സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ മുൻവശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടാറ്റയുടെ തന്നെ ഭംഗിയുള്ളൊരു ലോഗോ കാണാം. നെക്സോൺ, ഒരു കുഞ്ഞു നെക്സോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ടാറ്റ പഞ്ച് EVനെ നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം നെക്സോണിൻ്റെ തന്നെ തനതായിട്ടുള്ള ആ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് എല്ലാം മുൻവശത്ത് നൽകിയിട്ടുണ്ട്. പുതിയതായി ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് ഇവിടെ വരുന്നത്. തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു 2 ഐസ് ക്യൂബ് പോലുള്ള കോർണർ ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഫോഗ് ലാമ്പ്സ് ഇവിടെ കാണാം. താഴെയായിട്ട് ഇവിടെ ഒരു ചെറിയൊരു വെൻ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ മുൻവശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് ടാറ്റയുടെ ലോഗോ കാണുന്നത്. ഈ ലോഗോയ്ക്ക് അകത്ത് തന്നെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ആ ചാർജിങ് പോർട്ട് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അകത്തുനിന്ന് തന്നെ ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റബിൾ ആണത്. നമുക്ക് മാനുവലി മാത്രമേ അത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഇവിടെ ആയിട്ട് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറയാണ് ഇവിടെ കാണുന്നത്. 2 ഹോൺസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹോണുണ്ട്, ഇവിടെ ഒരു ഹോൺ കാണാം. താഴെയുള്ള ബമ്പർ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള വെൻസ് നൽകിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വലിയ വെൻസാണ്.
താഴെയായിട്ട് സ്കിപ്പ് പ്ലേറ്റ് ഒരു പോർഷൻ പോകുന്നുണ്ട്. സിൽവർ കളറിലുള്ള സ്കിപ്പ് പ്ലേറ്റ് ആണ് ഇവിടെ വരുന്നത്. അതിൽ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഉൾപ്പെടെയുള്ള DRL ആണ്, LED DRL ആണ് ഇവിടെ വരുന്നത്. കണക്റ്റഡ് ആയിട്ടുള്ള ഒരു LED ലൈറ്റ് ബാർ ഇവിടെ പാസ് ചെയ്യുന്നുണ്ട് സെൻറ്ററിൽ തന്നെ. 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗമായി ORVM-ലും ക്യാമറ നൽകിയിട്ടുണ്ട്. സൈഡിൽ ഡോട്ട് EV എന്ന് പറയുന്ന ഇലക്ട്രിക് വേരിയൻറ്റിനെ സൂചിപ്പിക്കുന്ന ബ്രാൻഡിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഡോറിൻ്റെ ട്രിമ്മിൽ തന്നെ ഡോറിൽ വലിയൊരു സൈഡ് ക്ലാഡിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് സിൽക്ക് ക്ലാഡിങ് പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. ടയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉയർന്ന മോഡലാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നൽകിയിട്ടുള്ളത് എയറോ ഇൻസേർട്ടോട് കൂടിയിട്ടുള്ള ഡയമണ്ട് കട്ട് അലോയ് വീലാണ്. അത് 5 സ്പോക്സിലാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. സ്മാർട്ട് എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിൽ നൽകിയിട്ടുള്ളത് 15 ഇഞ്ച് സ്റ്റീൽ വീൽസാണ്. ഇടയിലുള്ള ട്രിം, അതായത് മിഡ് ട്രിമ്മിൽ വരുന്ന വേരിയൻറ്റിൽ 16 ഇഞ്ച് സ്റ്റീൽ വീൽസാണ് വരുന്നത്. ഉയർന്ന വേരിയൻറ്റിൽ മാത്രമാണ് ഈ എയറോ ഇൻസേർട്ടോട് കൂടിയിട്ടുള്ള 5 സ്പോക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നത്. വീൽ ബേസ് 2445 mm വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസിൽ ചെറിയ വർധനമുണ്ട്. 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. മുകളിൽ ഷാർക്ക് ഫിൻ അന്ന വരുന്നുണ്ട്. അത് ഇവിടെ താഴെയായിട്ട് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഡിഫോഗർ വിത്ത് വൈപ്പർ വാഷറാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഡിഫോഗറാണ്. പുറകുവശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുറകിൽ ടാറ്റയുടെ തന്നെ ലോഗോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് റിയർ ക്യാമറ ഇവിടെ കാണാം. ദെൻ പഞ്ച് EV എന്ന് പറയുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ റിയർ ടെയിൽ ലൈറ്റിൽ മാറ്റമൊന്നും നൽകിയിട്ടില്ല. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലജൻ ലാമ്പ് തന്നെയാണ്. സെൻസേഴ്സ് വരുന്നുണ്ട്. 2 സെൻസേഴ്സായിട്ട് മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു സെൻസർ, ഇവിടെ ഒരു സെൻസർ. ഇവിടെ മുകളിലായിട്ട് റിഫ്ലക്റ്റേഴ്സും നൽകിയിട്ടുണ്ട്. റിയറിലുള്ള സ്കിപ്പ് പ്ലേറ്റ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഒരു സിൽവർ ഫിനിഷിൽ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി ബൂട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൂട്ട് ഡോറിൽ തന്നെ 2 LED ലാമ്പ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ ബാറും ഇവിടെ നൽകിയിട്ടുണ്ട്, നമുക്ക് വലിച്ച് അടയ്ക്കാനും തുറക്കാനൊക്കെ ആയിട്ട്. പിന്നെ റിയറിൽ തന്നെ റിയർ പാർസൽ ട്രേ നൽകിയിട്ടുണ്ട്. ബൂട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 366 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ടാറ്റ പഞ്ച് EVയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ ടയർ നിലവിലില്ല. അതായത് പഞ്ച് EVയിൽ സ്പെയർ ടയർ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ മേടിക്കണം. സ്പെയർ ടയർ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറയുവാണ് നമുക്കിത് തുറക്കാം. ഇതാണ് റിയറിലേക്ക്. ഡോർ തന്നെ നമുക്ക് 90 ഡിഗ്രി നമുക്ക് തുറക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈസിയായിട്ട് തന്നെ കയറാം. ഫുള്ളായിട്ട് തുറന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അത് മുമ്പ് ടാറ്റയുടെയൊക്കെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവൊക്കെ കണ്ടിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ ട്രിംസിൽ ഇവിടെ ആയിട്ട് ട്യൂട്ടേഴ്സ് വരുന്നുണ്ട്. ഒരു സിൽവർ ഫിനിഷിലുള്ള ഡോർ ഹാൻഡിൽസാണ് നൽകിയിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിനൊന്നും ഓവർ ഗിമിങ്സ് ഒന്നും നൽകിയിട്ടില്ല. നോർമൽ പ്ലാസ്റ്റിക് മെറ്റീരിയലായിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ട് പവർ വിൻഡോ ഇത് കാണാം. വിൻഡോ ഗ്ലാസിൻ്റെ സ്വിച്ച് കാണാം. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബോട്ടിൽസൊക്കെ നമുക്കിവിടെ ഹോൾഡ് ചെയ്യാം. താഴെയായിട്ട് വലിയൊരു സ്പീക്കറും കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ ഏരിയയിലൊക്കെ ലെതറായിട്ടല്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് നൽകിയിട്ടുള്ളത്. ലെതറായിട്ടായിട്ടുള്ള സീറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. സെൻട്രലായിട്ട് തന്നെ ആംറസ്റ്റ് നൽകിയിട്ടുണ്ട്. ആംറസ്റ്റ് ഡുവൽ ടോൺ ആ ഒരു കളറിൽ തന്നെയാണ്. ഒരു ഗ്രേയും അതുപോലെ തന്നെ ഒരു ബീജ് നിറമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ കപ്പ് ഹോൾഡേഴ്സ് ഒന്നും നൽകിയിട്ടില്ല. പിന്നെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ്സ് ആണ് വരുന്നത്. ഇവിടെയായിട്ട് പെർഫറേഷൻസ് ഒക്കെ കാണാം. ഞാൻ ഇരിക്കുന്നത് അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. ഇവിടെ തൈ സപ്പോർട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കാല് ചേർന്ന് തന്നെയാണ് സീറ്റ്സിനോട്, ഇവിടുത്തെ ലീഡിങ് എഡ്ജിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ സീറ്റ്സ് വരുന്നത്. കാലുകൾ ഇരിക്കുന്നതൊക്കെ നടുവിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കാല് വെച്ച് ഇവിടെ ഇരിക്കാം. ഒരു മാപ്പ് പോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. അത് ലെതറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും കാണാം. റിയർ AC വെൻ്റ് ഒന്നും നൽകിയിട്ടില്ല. ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ യൂണിറ്റും ഒന്നും ഇവിടെ പുറകിൽ കാണാനില്ല. ഇവിടെയായിട്ട് വരുന്ന സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വിഷ്വൽസ് ഈ ഒരു രീതിയിലാണ്. ക്രാംഡ് ആയിട്ടുള്ള ഫീലൊന്നും നമുക്ക് വരുന്നില്ല. അത്യാവശ്യം നല്ല വിസിബിലിറ്റി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. റിക്വസ്റ്റ് സെൻസറോട് കൂടിയിട്ടുള്ള ഡോറിൽ ഇവിടെ ഫ്രണ്ട് ഡോറിൻ്റെ ട്രിമ്മിൽ ചെറിയ ട്യൂട്ടർ കാണാം. പിന്നെ ORVM-ൻ്റെ കൺട്രോൾ സ്വിച്ചസ്, അതുപോലെ തന്നെ പവർ വിൻഡോസിൻ്റെ സ്വിച്ചസുമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നോർമലി ഹാർഡ് പ്ലാസ്റ്റിക്സ് തന്നെയാണ്. ഈ കാണുന്ന ബീജ് കളറിൽ പ്ലാസ്റ്റിക് ട്രിം തന്നെയാണ്, സോഫ്റ്റ് അല്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. പിന്നെ താഴെയായിട്ട് ഇവിടെയായിട്ട് നമുക്ക് സ്റ്റോറേജ് ബോട്ടിൽ ഹോൾഡർ സ്പേസ് കാണാം. ഇവിടെ ഒരു സ്പീക്കറും കാണാനുണ്ട്.
ഇലൂമിനേഷനോട് കൂടിയിട്ടുള്ള പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ് ഇവിടെ കാണുന്നത്. തുറന്ന് ഫ്രണ്ട് മുൻവശത്ത് കയറി നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത്. ഇതാണ് ടാറ്റ പഞ്ച് EVയുടെ ഇൻറ്റീരിയർ. സെൻട്രൽ കൺസോൾ, ഡാഷ്ബോർഡ്സ് എല്ലാം സ്റ്റിയറിംഗിൽ തന്നെ നെക്സോണിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ബാക്ക് ലൈറ്റ് ലോഗോയോട് കൂടിയിട്ടുള്ള സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻട്രൽ ഏരിയ ആണ് ഇവിടെ കാണുന്നത്. 2 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ടെലിസ്കോപ്പിക് അല്ല, ടിൽറ്റ് മാത്രമേ കഴിയൂ. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ട്. ഓപ്പൺ സൺറൂഫ്. Say a command. Open sunroof. Okay. Open sunroof. Close sunroof. Okay. Closing sunroof. Sunroof is closing. അതിൽ വോയിസ് എനേബിൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനുമുള്ള കാര്യങ്ങൾ, വോയിസ് കുറയ്ക്കുക കൂട്ടുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി റൈറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രൂയിസ് കൺട്രോൾസ്, മോഡ് സെലക്ടേഴ്സ്, അതിൻ്റെ കുറച്ച് സ്വിച്ചസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഡുവൽ ടോണിലുള്ള ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഒരു ഗ്രേ കളറിലുള്ള റാപ്പിംഗ് ആണ് ഔട്ട് സൈഡിൽ നൽകിയിട്ടുള്ളത്. താഴെയായിട്ട് ബീച്ച് കളറിലാണ് വരുന്നത്. ഒരു ബ്ലൂ കളർ സ്റ്റിച്ചിങ്സ് ഇവിടെ കാണാനായിട്ട് കഴിയും. ഉയർന്ന മോഡലുകളിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ബേസ് മോഡൽ ട്രിംസിലൊക്കെ 7 ഇഞ്ച് ക്ലസ്റ്റേഴ്സും, ഉയർന്ന മോഡലുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 10 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുമാണ് വരുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള 26 സെൻറ്റിമീറ്റർ ഫ്ലോട്ടിംഗ് ടൈപ്പ് ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇപ്പോൾ ടച്ച് സ്ക്രീനിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് FM, ഇത് റേഡിയോ, ദെൻ AC കൺട്രോൾസ്, അതുപോലെ തന്നെ ഡിവൈസ് പെയർസ് ചെയ്യാനുള്ളത്, പിന്നെ അതുപോലെ തന്നെ ബ്ലോവറിൻ്റെ, അതുപോലെ തന്നെ ടോണ്, ദെൻ ഇവിടെ ഹോം ബട്ടൺ. അതിൽ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ആമസോൺ അലക്സ, AQI, Arcade.ev, ക്ലൈമറ്റ്, EVയുടെ ഫങ്ഷൻസ്, ദെൻ മൂഡ് ലൈറ്റ്. താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഫോൺ സെറ്റിങ്സ്, ക്വിക്ക് സെറ്റിങ്സ്, റേഡിയോ സെറ്റിങ്സ്, ടാറ്റ അസിസ്റ്റൻസ്, സറൗണ്ട് വ്യൂ, ഷെയർ മൈ ലൊക്കേഷൻ, വോയിസ് അസിസ്റ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. EVയുടെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ നമുക്ക് സ്മാർട്ട് ലാമ്പ് എത്ര ടൈം വേണം, 10 സെക്കൻഡ് ആണെങ്കിൽ 30 സെക്കൻഡ്സ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഡ്രൈവർ അസിസ്റ്റൻസിൽ പാർക്ക് അസിസ്റ്റ്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വേണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. പാർക്ക് അസിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർക്ക് അസിസ്റ്റ് ടോൺ 1, ടോൺ 2, ടോൺ 3 ആ രീതിയിലാണ്. പിന്നെ പാർക്ക് അസിസ്റ്റ് ടോൺ വോളിയം, പാർക്ക് അസിസ്റ്റ് ഡിലേ, ടൈമർ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഡ്രൈവർ അസിസ്റ്റൻസ്, ദെൻ വേറെ ഒന്നുമില്ല. വെഹിക്കിളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ഇൻഫർമേഷൻസ്, ഡോറ്, അതിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. സൈഡ് മിറർ, അതിൽ തന്നെ നമുക്ക് ഓട്ടോ അൺഫോൾഡ് ചെയ്യാനും നമുക്ക് കഴിയും. ഇതൊക്കെയാണ്. ടച്ചിൻ്റെ റെസ്പോൺസൊക്കെ നല്ല റെസ്പോൺസ് തന്നെയാണ് ഉള്ളത്. വലിയ മോശം പറയാനൊന്നുമില്ല. പിന്നെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെൻട്രലിൽ തന്നെ AC വെൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ബീജ് കളറിലാണ് വരുന്നത്. മുകളിലുള്ള ഡാഷ്ബോർഡ് ബ്ലാക്കിലും, സെൻറ്ററിൽ ഈ ഒരു ഏരിയ വരുന്നത് ഒരു ബ്ലാക്ക് വുഡൻ ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ ബീജ് കളേഴ്സാണ്. കൂളിംഗ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ്. അത്യാവശ്യം പേപ്പേഴ്സൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അത് സ്പ്രിംഗ് ലോഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഫിജിറ്റൽ സ്വിച്ചസ് ആണ് ഇവിടെയുള്ളത്. ഫിജിറ്റൽ സ്വിച്ചസിൽ ഇവിടെയായിട്ട് ചാർജിങ് പോർട്ട് ലിഡ് തുറക്കും, പക്ഷേ അടയ്ക്കാനായിട്ട് നമ്മൾ മാനുവലി തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ എല്ലാ ഇൻഫർമേഷൻസും ടച്ച് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ടോഗിൾ സ്വിച്ചസ് ആയിട്ട് ബ്ലോവറിൻ്റെ സ്പീഡും അതുപോലെ തന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2 ടോഗിൾ സ്വിച്ചസ് മാത്രമാണ് ഫിസിക്കലി സ്വിച്ചസ് ആയിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഫോഗ് ലാമ്പ്, ഹില്ല് ഡിസെൻറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതായത് ഉയർന്ന മോഡലിൽ ഹിൽ ഡിസെൻറ്റ് കൺട്രോളുണ്ട്. അല്ലാതെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഫംഗ്ഷനൊക്കെ നോർമൽ എല്ലാ ട്രിംസിൽ വരുന്നുണ്ട്. സെൻട്രലിൽ ഇവിടെ ആയിട്ട് ഹസാർഡ് ലാമ്പ് കാണാം. പിന്നെ ബൂട്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും. ലോക്ക് അൺലോക്ക് ചെയ്യാം. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. പിന്നെ AC വെൻസിൻ്റെ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെയാണ് ഇവിടെ നൽകിയത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. 360 ഡിഗ്രി ക്യാമറ എന്ന ഫംഗ്ഷൻസ് നോക്കാം. 360 ഡിഗ്രി ക്യാമറയിൽ ഇപ്പോൾ 2 പോർഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും അതിൻ്റെ ഒരു ക്ലോസ് വ്യൂ നമുക്ക് കിട്ടും. ഇതൊരു ലോങ് വ്യൂ ആണ്. സൈഡിലായിട്ട് തന്നെ 2D 3D അനിമേഷൻ കാണിച്ചിട്ടുണ്ട്. അത് 3Dയിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് നമുക്കിവിടെ കാണാം. C ടൈപ്പിൻ്റെ ഫാസ്റ്റ് ചാർജിങ് 5 വോൾട്ട് 3 ആംപിയർ ആണ്. 40 ആംപിയറിൻ്റെ തന്നെ ഒരു C ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട്. ഒരു USB പോർട്ട് ഇവിടെ കാണാം. താഴെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ കാണാം. പാർക്കിംഗ് മോഡിൽ നിന്ന് നമുക്ക് റിവേഴ്സ്, അതുപോലെ തന്നെ ന്യൂട്രൽ,
ദെൻ ഡ്രൈവ് മോഡ്. ഈ ഒരു രീതിയിലുള്ള ഒരു റോട്ടറി ഡയൽസ് നോബ് ഇവിടെ കാണാം. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയൽ ചെയ്യുന്നത്. വളരെ മനോഹരമാണ്. അതിൽ തന്നെ ജുവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിങ്സൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ 2 ഡ്രൈവിംഗ് മോഡ് സെലക്ടേഴ്സ് ഇവിടെയുണ്ട്. ഒന്ന് ഈക്കോ മോഡ്, അതുപോലെ തന്നെ സ്പോർട്ട് മോഡുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഇവിടെ ആയിട്ട് ഇതാണ് കേട്ടോ അതിൻ്റെ കീ എന്ന് പറയുന്നത്. അതിൽ അൺലോക്ക് ചെയ്യാം, ഹെഡ്ലൈറ്റ്, ബൂട്ട്, ലോക്ക്, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന കീ ആണ് വരുന്നത്. ഇവിടെ ആയിട്ട് ചെറിയ 2 സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സെൻട്രൽ കൺസോളിൽ. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി പിയാനോ ഫിനിഷിലാണ് ഈ കൺസോളിലെല്ലാം നൽകിയിട്ടുള്ളത്. പിന്നെ ആംബ്രസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ലെതർ റാപ്ഡ് ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ്. അതിൽ തന്നെ ബ്ലൂ സ്റ്റിച്ചിങ്സും പൈപ്പിങ്സൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു ഗ്രേ കളർ ആയതുകൊണ്ട് തന്നെ ചളിയാവുമെന്നുള്ള പേടിയൊന്നും വേണ്ട, ലെതർ റാപ്ഡ് ആണ്. സീറ്റിൻ്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവറും കോ ഡ്രൈവർ സീറ്റ്സും വെന്റിലേഷനുള്ള സീറ്റ്സാണ് വരുന്നത്. അത് ലെതറൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ലെതർ ഫാബ്രിക് മെറ്റീരിയലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റുമാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഡേ നൈറ്റ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള IRVM മിററാണ് ഇവിടെ വരുന്നത്. മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെക്സോണിലെല്ലാം കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ടാറ്റ പഞ്ച് EVയിലുള്ള പ്രധാനപ്പെട്ട മാറ്റം. അതിൽ മുകളിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡ് കോ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഒരു കൺസോളിലാണ് അതിൻ്റെ ഒരു നോബ് വരുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. SOS റോഡ് സൈഡ് അസിസ്റ്റൻസിൻ്റെ സ്വിച്ചസ് ആണ് ഇവിടെ കാണുന്നത്. സൺറൂഫ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സൺറൂഫ് നമുക്ക് ഓപ്പൺ ആവും, ക്ലോസ് ചെയ്യാം. പിന്നെ ഇവിടെയായിട്ട് LED ഒരു ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, സൺവൈസറിൽ തന്നെ ഒരു വാനിറ്റി മിറർ നൽകിയിട്ടുണ്ട്. ലൈറ്റ് ഇല്ല. ഇവിടെ ഡ്രൈവർ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് സൺവൈസറിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഇതല്ലാതെ ഒരു ഡീറ്റെയിൽഡ് ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് എന്തായാലും കൊണ്ടുവരാം. അതിന് മുമ്പ് ഇതൊരു വാക്ക് അറൗണ്ട് വിഷ്വൽസ് ആയിട്ട് എന്തായാലും കൺസിഡർ ചെയ്യുക. ഇനിയുള്ള ടെസ്റ്റ് ഡ്രൈവ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുവരേക്കും ബൈ.